ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ഈ അടുത്ത സമയത്ത് ആഗോളമായ ക്രൈസ്തവ ജനതയെ പിടിച്ച് കുലുക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ സംഭവമെന്ന് വിശേഷിപ്പിക്കാവുന്നൊരു കാര്യമായിരുന്നുവല്ലോ ലിയോ 14 മാർപ്പാപ്പയുടെ ഒരു വലിയ പ്രഖ്യാപനം. അത് ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ദൈവവചനത്തിൻ്റെ വെളിപ്പാടാണ് ആ ശ്രേഷ്ഠനായ ലിയോ 14 മാർപ്പാപ്പയ്ക്ക് അങ്ങനെ പറയുവാൻ ധൈര്യവും പ്രാഗൽഭ്യവും നൽകിയത്. വചനത്തിൻ്റെ വെളിപ്പാട് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ എന്ന്. അന്ന് പത്രോസ്ലീഹ അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നുണ്ട്, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന്. കർത്താവിന് സ്തോത്രം. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച ആ കാരാഗൃഹ പ്രമാണിയോട് പറഞ്ഞു, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ രക്ഷകന്മാർ അനേകരില്ല, അല്ല രണ്ടുപോലുമില്ല, ഒന്നേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു മാത്രമേ മനുഷ്യനെ ശിക്ഷയിൽ നിന്നും ഈ രക്ഷയിലേക്ക് നയിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ വിശുദ്ധന്മാരും ഈ രക്ഷകനായ യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന ചൂണ്ടുപലകകൾ മാത്രമാണ്. ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി യാഗമായതും നമുക്ക് വേണ്ടി തൻ്റെ തിരുരക്തം ചിന്തിയതും തൻ്റെ ജീവൻ ഒരു യാഗമൃഗത്തെ പോലെ നമുക്ക് വേണ്ടി യാഗം അർപ്പിച്ചതും കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അവൻ സകല മനുഷ്യനും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹമാണ് സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുക, സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുക എന്നുള്ളത്. 5-ാം വാക്യം പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ദൈവം നിത്യനായ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം അടിവരയിട്ട് പറയുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. ആരാണത്? എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ക്രിസ്തുയേശു മാത്രമാണെന്നാണ് അവിടെ ദൈവവചനം സൂചിപ്പിക്കുന്നത്. ആ ഒരു വലിയ വെളിപ്പാടാണ് ലിയോ 14 മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. നാളുകളായി, വർഷങ്ങളായി ദൈവജനത്തെ വഴിതെറ്റിച്ചുകൊണ്ടിരുന്ന ഒരാശയത്തിന് വിരാമം കുറിച്ചുകൊണ്ട് ആ പ്രഖ്യാപനം ക്രൈസ്തവ ലോകത്തെ വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിക്കൂ. നമുക്ക് വേണ്ടി വേറെ ആരെങ്കിലും മരിച്ചുവോ? ഇല്ല. നമുക്ക് വേണ്ടി ആരും മരിക്കാൻ തയ്യാറാകുകയുമില്ല. പക്ഷെ നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായത് ഒരേ ഒരുവൻ മാത്രം, യേശുക്രിസ്തു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് യേശു പ്രാർത്ഥിച്ചു. എന്തായിരുന്നു അത്? ഈ മാനവരാശിയുടെ മുഴുവൻ പാപങ്ങൾ വഹിക്കുക എന്നുള്ള ആ വലിയ ദൗത്യം. പാപം തൊട്ട് തീണ്ടാത്ത ദൈവപുത്രൻ പാപികളായ നമ്മുടെ പാപം മുഴുവൻ, ആദാമിക വംശത്തിൻ്റെ പാപവും ശാപവും മുഴുവൻ വഹിക്കുക എന്നുള്ളത് അത് അത്രമാത്രം ഗൗരവതരവും തീഷ്ണതയുമുള്ളതായിരുന്നു. അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ കർത്താവ് ആദ്യം പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് നീക്കിക്കളയണമേ. ഉടനെ തന്നെ കർത്താവ് പറയാണ്, എങ്കിലും പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം അത് നിറവേറട്ടെ എന്ന്. എബ്രായ ലേഖനം 12-ാം അധ്യായം ആദ്യ ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കുക, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ വചനമാണ്. നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് മധ്യസ്ഥത അണയ്ക്കുന്നത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, യേശുക്രിസ്തു. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം
2-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. എല്ലാം വചനമാണ്. പക്ഷേ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് നാം ഗ്രഹിക്കാതെയും ആ വചനപ്രകാരം നാം പോകാതെ ഇരിക്കേണ്ടതിന് ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി കളയുന്നു. കണ്ണ് കുരുടാക്കി കളയുന്നതുകൊണ്ടാണ് ഈ വചനം മനസ്സിലാക്കാത്തത്. ഇനിയും എത്രയോ സത്യങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. ചില പാരമ്പര്യങ്ങളുടെയും ചില കർമ്മങ്ങളുടെയും ചില പഴയകാല പിതാക്കന്മാർ പറഞ്ഞു എന്ന് ഊറ്റം കൊണ്ടുകൊണ്ട് പല മനുഷ്യർ പറയുന്നതിൽ ആശ്രയിച്ചെന്ന് മനുഷ്യർ മുന്നോട്ട് പോകുന്നു. കർത്താവിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കരുത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഈ ഭൂമിയിൽ ഏതെങ്കിലും മനുഷ്യർ പറയേണ്ടതല്ല നാം ഫോളോ ചെയ്യേണ്ടത് യേശുവിനെയാണ്, യേശുവിൻ്റെ വചനത്തെയാണ്. കാരണം വചനം പാതയ്ക്ക് ദീപമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നാം മുന്നോട്ട് പോകുമ്പോൾ ഈ വചനം മാത്രമേ നമുക്ക് യഥാർത്ഥമായി വെളിച്ചം തരികയുള്ളൂ. കാലാകാലങ്ങളിൽ ജീവിച്ചിരുന്ന വിശുദ്ധന്മാരും കാലാകാലങ്ങളിൽ ജീവിച്ചിരുന്ന ദൈവമക്കളും ഈ വചനത്തിന് അടിസ്ഥാനമാക്കി ചില കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. വചനത്തിന് വിരുദ്ധമായോ വചനത്തിനെതിരായോ പറയുന്ന ഒരു കാര്യങ്ങളും എത്ര ഉന്നതൻ പറഞ്ഞാലും നാം അത് പരിഗണിക്കേണ്ട കാര്യമില്ല, അതിനെ പിൻഗമിക്കേണ്ട കാര്യമില്ല. ഞാൻ അത്യന്തം സന്തോഷിച്ച ഒരു കാര്യമായിരുന്നു. ഈ ദിവസങ്ങളിലെല്ലാം വളരെ സന്തോഷം തോന്നുന്നു. ഒരു വലിയൊരു സഭയുടെ, ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു സഭയുടെ ആത്മീക നേതൃത്വത്തിൽ ഏറ്റവും ഉത്തുംഗ സംഘത്തിലിരിക്കുന്ന ശ്രേഷ്ഠനായ ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞത്, അത് ഓരോരുത്തരും ഉൾക്കൊള്ളുമെങ്കിൽ, അത് അനുസരിക്കുമെങ്കിൽ, അത് ഫോളോ ചെയ്യുമെങ്കിൽ അത് വലിയൊരു ആത്മീക നവോത്ഥാനത്തിന് വഴിതെളിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? ഒരുപക്ഷെ ഇനിയും ചിലരതൊക്കെ എതിർക്കും. കാരണം വർഷങ്ങളായി പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന ചില വ്യർത്ഥമായ പാരമ്പര്യങ്ങളിൽ കെട്ടിയിട്ടിരിക്കുന്ന ചിലർ അവരതിനെ എതിർക്കും. സത്യസുവിശേഷത്തെ എന്നും എതിർക്കുന്ന ഒരു കൂട്ടമുണ്ട്. അത് അക്രൈസ്തവരല്ല, അത് വേറെ ഏതെങ്കിലും അന്യജാതി മതസ്ഥരല്ല. ക്രിസ്ത്യാനികളെന്ന് പേരപ്പെട്ടവർ നാമധേയ ക്രിസ്ത്യാനിത്വത്തിൽ ക്രിസ്തുവിനെ അനുഭവിക്കാതെ പോകുന്നവരാണ് വാസ്തവത്തിൽ ക്രിസ്തീയ ഗോളത്തിൽ എന്നും എതിർക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമായ സത്യങ്ങൾ നാം മനസ്സിലാക്കണം. ഇങ്ങനെ എത്രയെത്രയോ സത്യങ്ങൾ ഈ വചനത്തിലുണ്ട്. അനേക പ്രാവശ്യം ഒരേ കാര്യം തന്നെ വ്യക്തമായി എഴുതിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഹൃദയത്തിൽ ഏശാതെ അതെല്ലാം സ്കിപ്പ് ചെയ്ത് വായിക്കുന്നവരുണ്ട്. ഞാനെല്ലാം ഒന്നും തെളിച്ച് പറയുന്നില്ല, ഞാനും അങ്ങനെ ഒരാളായിരുന്നു. എന്നാൽ 2020 എൻ്റെ കർത്താവ് ഒരു പ്രത്യേക വെളിച്ചം എൻ്റെ ഹൃദയത്തിലേക്ക് വീശിയത് മുഖാന്തരം ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന കൽപ്പനകൾ എല്ലാം പ്രമാണിക്കണം, അത് ജീവിതത്തിൽ അനുഭവിക്കണം. അത് ചില കർമ്മങ്ങളല്ല, ചില ആചാരങ്ങളല്ല, യേശുവിനെ അനുസരിക്കുന്നതാണെന്ന് കർത്താവ് പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുന്നതാണ് ദൈവം പ്രസാദിക്കുന്നതെന്ന് കർത്താവ് മനസ്സിലാക്കി തരികയും ദൈവവചനത്തിൽ എഴുതിയ അനേക കൽപ്പനകൾ ജീവിതത്തിൽ അനുഭവിപ്പാൻ കുടുംബവുമായി ഞങ്ങൾക്ക് ഭാഗ്യം കർത്താവ് തരികയും ചെയ്തു. പ്രിയരെ, നിങ്ങൾ മറക്കരുത്, നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കാൻ ആരുമില്ല എങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. ഏക മധ്യസ്ഥനുണ്ട്, യേശുക്രിസ്തു. നിങ്ങൾക്ക് രക്ഷ തരുന്നത് ആരെങ്കിലും മധ്യസ്ഥ വഹിച്ചുകൊണ്ടല്ല. യേശുക്രിസ്തു, കർത്താവായ യേശുക്രിസ്തു 2000 വർഷം മുമ്പ് കാൽവറിയിൽ നേടിത്തന്ന രക്ഷ നാം വിശ്വാസത്താൽ അനുഭവിക്കുകയാണ്. ഏതു മനുഷ്യനും ഏതു പാപിക്കും രക്ഷയുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 13-ാമത്തെ വാക്യപ്രകാരം പറയുന്നു, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ വെണ്മയായിത്തീരും. കർത്താവ് വരികയാണ്, മോനെ നീ എൻ്റെ അടുക്കൽ വാ, ഞാനാണ് ഏകമധ്യസ്ഥൻ, ഞാൻ നിന്റെ പാപത്തിന് പരിഹാരം വരുത്തിയെന്ന്. പുതിയ നിയമവും പഴയ നിയമവും ഒരുപോലെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ് യേശുക്രിസ്തുവാണ് ഏകമധ്യസ്ഥനെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം അത് പ്രഖ്യാപിച്ചതാണ്. ഹെവൻലി പ്രൊക്ലമേഷനാണത്, ദൈവികമായൊരു പ്രഖ്യാപനമാണത്. പിതാവാം ദൈവം അന്ന് യോർദാനിൽ സ്നാനമേൽക്കാൻ വന്ന യേശുവിനെ കണ്ടിട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന്.
ഹല്ലേലൂയ. സ്വർഗത്തിലെ ഇവ സാക്ഷിക്കുകയായിരുന്നു, ഇവൻ മാത്രമാണ് എൻ്റെ പ്രിയപുത്രൻ. വീണ്ടും മറുരൂപവലിയിൽ പത്രോസും യാക്കോബും യോഹന്നാനും യേശുവിനോട് ചേർന്ന് മോശയോടും ഏലിയാവിനോടും സംഭാഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴും ജീവനുള്ള ദൈവത്തിൻ്റെ ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. അതേ, ചെവി കൊടുക്കേണ്ടത് ഒരുവന് മാത്രം, യേശുവിന്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ ഒരുവൻ മാത്രം, അത് ക്രിസ്തു. കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായത് യേശു, ഏകമധ്യസ്ഥൻ യേശു. പാപിയായ മനുഷ്യനും പരിശുദ്ധനായ ദൈവത്തിൻ്റെ മധ്യത്തിലുള്ള ഏകമധ്യസ്ഥൻ യേശുക്രിസ്തു, അത് വചനമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വെളിച്ചം നിങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ, ഇതിനെ എതിർക്കുകയല്ല. കർത്താവെ, സത്യം അതാണെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സത്യപാതയിലൂടെ നിങ്ങളെ ദൈവം നടത്തും. തിരുവഴുത്തുകളെയും ദൈവശക്തി അറിയായികയാൽ മനുഷ്യർ തെറ്റിപ്പോകുന്നു എന്ന് ദൈവജനത്തിലുണ്ട്. തിരുവഴുത്ത് എന്താണ്? നിങ്ങൾ ശാന്തമായി ദൈവജനം വായിക്കൂ. സ്വന്തം ബുദ്ധിയിലോ സ്വന്തം ആലോചനയോ ചിന്തിക്കാതെ, ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞത് നിങ്ങൾ ഫോളോ ചെയ്യാതെ, വചനം എന്ത് പറയുന്നു, വചനത്തിൽ എന്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഈ വചനം മാത്രമാണ് സത്യം. ഈ വചനത്തിൽ ആശ്രയിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അന്ത്യം വരെയും യേശുവിനെ അനുഗമിക്കാം. നിത്യതയിൽ നിങ്ങൾക്ക് സ്വർഗസ്ഥലത്ത് നിത്യയുഗായുഗ യേശുവിനോടൊത്ത് വസിക്കുന്ന ഭാഗ്യപദവിയിലേക്ക് എത്താം. ഈ രക്ഷ സ്വന്തമാക്കൂ. സഹരക്ഷകയില്ല, രക്ഷകന്മാരില്ല, ഏകരക്ഷകൻ യേശുക്രിസ്തു മാത്രം. ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. ആ നാമത്തെ വിളിച്ചപേക്ഷിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ആ നാമത്തെ വിളിച്ചപേക്ഷിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവൻ്റെ അവകാശം കിട്ടും. ആ ഭാഗ്യപദവിയിലേക്ക് നിങ്ങൾ വരൂ. ഞാൻ ഒരു പ്രാവശ്യം കൂടി ലിയോ 14 മാർപ്പാപ്പയുടെ വാക്കുകൾ അത് ഓർക്കുകയും അദ്ദേഹത്തെ, ഈ എളിയവനായ ഞാൻ, അത്രയും ഉന്നതനായ ഒരു മനുഷ്യൻ, ഉന്നതനായ ഒരു സഭാ നേതാവ്, അദ്ദേഹത്തെ ഞാൻ ഈ എളിയവനായി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെറിയ വാക്കുകളാണെങ്കിലും എൻ്റെ ഹൃദയം നിറഞ്ഞ് ദൈവം കൊടുത്ത സ്വർഗീയ വെളിപ്പാടിന് ദൈവത്തോട് നന്ദി പറയുന്നു. ആ മാന്യ ദേഹത്തോടും നന്ദി പറയുന്നു. നിങ്ങൾ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കൂ. ഏകമധ്യസ്ഥനായ യേശുവിനോട് പ്രാർത്ഥിക്കൂ. കർത്താവിനെ മുറുകെ പിടിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.